റൂട്ട് കനാലാണ് ഇന്ന് എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യം. സത്യത്തിൽ എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? യൂഷ്വലി പല്ലിന് വേദന വരുമ്പോഴാണ് ആൾക്കാർ ഡെന്റിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് മോഡേൺ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി ഒരു സിംഗിൾ സിറ്റിങ്ങിൽ വരെ നമുക്ക് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പ്രഗ്നൻസി പീരീഡിൽ നമുക്കിത് കൂടുതൽ ഒരു എമർജൻസി പ്രൊസീജിയറാണ്. പേഷ്യന്റ് പെയിൻ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പ്രൊസീജിയർ ചെയ്യുക. ഈ കേട് മൂന്നാമത്തെ ലെയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് പേഷ്യന്റ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുകയും പിന്നീട് അത് റൂട്ട് കനാൽ ചെയ്യേണ്ടിയും വരിക. അപ്പോൾ മാക്സിമം കേസുകളിൽ റൂട്ട് കനാൽ അവോയ്ഡ് ചെയ്ത് ഒരു മൈനർ ഫില്ലിങ്ങിലൂടെ തന്നെ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഹലോ, നമസ്കാരം. വേദനകളുടെ രാജകുമാരൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വേദനയാണ് പല്ലുവേദന. പല്ലുവേദന വന്ന ആളുകൾക്കറിയാം പല്ലുവേദനയുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പല്ലുവേദനയെ പറ്റിയും പല്ലുവേദനയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഖിലാണ്. നിഖിൽ, സ്വാഗതം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പല്ലുവേദന എന്ന് പറയുന്നത്. പക്ഷേ പല്ലുവേദനയായിട്ട് സാധാരണ ഒരാൾ ഒരു ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാലാണ് ഇന്ന് എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യം. സത്യത്തിൽ എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? യൂഷ്വലി പല്ലിന് വേദന വരുമ്പോഴാണ് ആൾക്കാർ ഡെന്റിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. വേദന വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. മിക്ക കേസുകളിലും നമ്മുടെ പല്ലിൽ കേട് വരുമ്പോൾ ആ കേട് പല്ലിൻ്റെ മൂന്നാമത്തെ ലെയർ, അതായത് പൾപ്പ്, നെർവ്സ് എല്ലാം ഉള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ആ എക്സ്ക്രൂഷിയേറ്റിംഗ് സിവിയർ ആയിട്ടുള്ള പെയിൻ പേഷ്യൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങനത്തെ കേസുകളിൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവുകയും അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് പല്ലെടുത്ത് കളയാതെ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. പ്രിസർവ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ആ പല്ല് പറിച്ച് കളയാൻ വേണ്ടി പറ്റും. പറിച്ച് കളയുന്നതിന് പകരം റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? യൂഷ്വലി പണ്ട് കാലങ്ങളിൽ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ ആ പല്ല് എടുത്ത് കളയുക, പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും സെറ്റ് പല്ല് വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കൂടുതൽ മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മൾ ആ പല്ലിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പെയിൻ വരാനുള്ള കാരണങ്ങളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ആ പല്ല് ഫില്ല് ചെയ്ത് പഴയ സ്റ്റേറ്റിലോട്ട് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ടൂത്ത് പ്രിസർവേഷനാണ് അവിടെ നടക്കുക. കുറേ നാൾ ആ പല്ല് നാച്ചുറലി നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ പല്ലെടുത്ത് കളഞ്ഞ കേസുകളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പണ്ട് പല്ല് പറിച്ച് കളഞ്ഞു, അവിടെ ഇപ്പം പല്ലില്ല, നമുക്ക് അവിടെ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഇല്ലല്ല, റൂട്ട് കനാൽ എപ്പോഴും നമ്മൾ ഉള്ള പല്ലിൽ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എത്ര ദിവസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്? ഇപ്പോൾ നമുക്ക് മോഡേൺ എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു സിംഗിൾ സിറ്റിങ്ങിൽ വരെ നമുക്ക് റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് സർട്ടൺ ക്രൈറ്റീരിയാസ് ആ ടൂത്ത് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് സിംഗിൾ വിസിറ്റിൽ തന്നെ തീർക്കാൻ സാധിക്കും. സിവിയർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയ കേസുകളാണെങ്കിൽ 2-3 വിസിറ്റ് നമുക്ക് വേണ്ടി വന്നേക്കാം. ഇതൊരു പല്ലുവേദന വന്നൊരു സിവിയർ ആവുന്നതിന് മുമ്പ് കാണുന്നതാണോ നല്ലത്? അതോ നമുക്കൊരു ഡൗട്ടുണ്ട്, ഇവിടെ ചെറിയ പല്ലുവേദന പോലെയൊക്കെ ഇടയ്ക്ക് മറ്റേ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കയറിയിരിക്കുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒരു പ്രിക്കോഷനായിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുമോ? അതെ, നമുക്ക് ഫുഡ് കയറിയിരിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കേട് ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിക്ക കേസുകളിലും അത് അവോയ്ഡ് ചെയ്യുക ചെയ്യുക. പക്ഷെ ഫുഡ് കയറിയിരിക്കുക, ചെറിയ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുമ്പോൾ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ആ കേടിൻ്റെ എക്സ്റ്റെൻറ്റ് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ കേട് അത്യാവശ്യം ഡീപ്പല്ല, ഷാലോ ആണ്, അതായത് പല്ലിൻ്റെ ഫസ്റ്റ് 2 ലെയറിലോട്ട് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമുക്കൊരു നോർമൽ ഫില്ലിങ്ങിലൂടെ തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഈ കേട് മൂന്നാമത്തെ ലെയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് പേഷ്യൻ്റ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുകയും പിന്നീട് അത് റൂട്ട് കനാൽ ചെയ്യേണ്ടിയും വരിക. അപ്പോൾ മാക്സിമം കേസുകളിൽ റൂട്ട് കനാൽ അവോയ്ഡ് ചെയ്ത് ഒരു മൈനർ ഫില്ലിങ്ങിലൂടെ തന്നെ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് ആക്ച്വലി നമ്മൾ റൂട്ട് കനാൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സാണല്ലോ ഉള്ളത്. സോ എൻ്റെ ചോദ്യം ഇതായത്, നമുക്ക് റൂട്ട് കനാൽ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് എത്തുന്നതിൻ്റെയും ഈ ഫില്ലിങ്ങിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഫേസ്, അങ്ങനെ ഒരു പീരീഡ് ഉണ്ടോ? അതായത് നമുക്കൊരു പ്രിക്കോഷനായിട്ട്, ആളുകൾക്കൊരു പ്രിക്കോഷനായിട്ട് ഇത് റൂട്ട് കനാൽ ചെയ്തിട്ടേക്കാം എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടോ? നമുക്ക് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് നമുക്കൊരു ഫുൾ മൗത്ത് എക്സ്റേയോ അല്ലെങ്കിൽ ഒരു പെരിയപ്പൈക്കൽ റേഡിയോഗ്രാഫ് ഉപയോഗിച്ച്, അതായത് ഒരു ചെറിയ എക്സ്റേ ഉപയോഗിച്ച് നമുക്ക് പല്ലിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ള ഒരു ഏർലിയർ സ്റ്റേജിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റെഗുലർ ചെക്കപ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൂട്ട് കനാൽ പ്രിവെൻറ്റ് ചെയ്ത് ഒരു നോർമൽ ഫില്ലിങ്ങിലൂടെ തന്നെ നമുക്ക് ആ പല്ലിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞു റൂട്ട് കനാൽ നമുക്കൊരു സിംഗിൾ ഡേയിൽ തീർക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സിനാരിയോ പറയുകയാണ്. ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻ്റ് ചെറിയൊരു പല്ലുവേദനയായിട്ടാണ് വരുന്നത്. നിങ്ങൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം
അയാൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ട സിവിയറിറ്റിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. അപ്പം അദ്ദേഹത്തിന് ആ റൂട്ട് കനാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ഉണ്ടോ? ഉണ്ടെങ്കിൽ അയാൾക്ക് എത്ര ദിവസം ഇതിൻ്റെ ഒരു റെസ്റ്റോ അതല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഡിഫിക്കൽറ്റി അയാൾ എത്ര ദിവസം മാനേജ് ചെയ്യേണ്ടി വരും? ഓക്കെ, നമുക്കൊരു പേഷ്യൻ്റ് പെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചില സർട്ടൻ കേസസിൽ, ഫോർ എക്സാമ്പിൾ പല്ലിൻ്റെ അകത്തുനിന്ന് സിവിയർ ആയിട്ടുള്ള പസ് വരുന്നു, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സ്വെല്ലിംഗ് പേഷ്യൻ്റ് ഉണ്ട്, ഇങ്ങനത്തെ കേസുകളിൽ ചിലപ്പോൾ നമ്മൾ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്ത് ആ പല്ലിൻ്റെ അകത്തൊരു മരുന്ന് വെച്ചതിന് ശേഷം ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സും എല്ലാം കൊടുത്ത് ആ ഇൻഫെക്ഷൻ കുറച്ചതിന് ശേഷം മേ ബി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അല്ലാത്ത മിക്ക കേസുകളിലും നമുക്കൊരു സിംഗിൾ വിസിറ്റിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ദിവസം രാവിലെ വന്ന് റൂട്ട് കനാൽ ചെയ്തു, എനിക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എന്ന് മുതൽ പോകാൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് ഒരു 60 മിനിറ്റ്സ് ഉണ്ടായേക്കാം. അതിനുശേഷം നമ്മൾ പെയിൻ കൺട്രോൾ ചെയ്യാൻ എന്താ പറയുക പെയിൻ കില്ലേഴ്സ് തരും. ആ മരവിപ്പ് ഒരു ഫ്യൂ അവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് സംസാരിക്കാനും ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിനുശേഷം നോർമൽ ലൈഫിലോട്ട് പേഷ്യൻ്റ് അന്ന് തന്നെ നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കും. പിറ്റേ ദിവസം തൊട്ട് വലിയ പെയിൻ ഒന്നും ഇല്ലാതെ? മിക്ക കേസുകളിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില കേസുകളിൽ മാത്രം ചിലപ്പോൾ പേഷ്യൻ്റ് പെയിൻ അനുഭവപ്പെട്ടേക്കാം. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്താ പറയുക പെയിൻ കില്ലേഴ്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ കില്ലേഴ്സ് പേഷ്യൻ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അതെടുത്തു കഴിഞ്ഞാൽ ആ പെയിൻ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ റൂട്ട് കനാൽ ചെയ്ത ടൂത്തിൻ്റെ ഒരു ലൈഫ് എത്രത്തോളം ഉണ്ട്? അപ്പോൾ യൂഷ്വലി ഒരു 10 ഇയേഴ്സിൻ്റെ ഒരു ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ഒരു 85% സക്സസ് റേറ്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അതിന് പക്ഷേ വളരെ അധികം കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷവും റെഗുലർ ആയിട്ടുള്ള എന്താ പറയുക ഹൈജീൻ ചെക്കപ്സും നോർമൽ ചെക്കപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്തുള്ള ഓപ്പറേറ്ററിൻ്റെ സ്കില്ല്, പിന്നെ ചെയ്തതിന് ശേഷം ക്യാപ്പ് ഇട്ടോ ആ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്തോ, ഇതൊക്കെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് റൂട്ട് കനാൽ. ഈ റൂട്ട് കനാലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ചില വാക്കുകളാണ് ക്രൗണ്, അതുപോലെ തന്നെ ഈ ക്യാപ്പ് ഇടുക എന്നൊക്കെ പറയുന്നത്. എന്താണ് ശരിക്കും? യൂഷ്വലി റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല്ല് കുറേ ഗ്രൈൻഡ് ചെയ്ത് കളയും. അതായത് നമ്മുടെ കേടുള്ള ഭാഗം റിമൂവ് ചെയ്യാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ വരുമ്പോൾ പല്ല് ഇൻഹറൻ്റ്ലി കുറച്ച് വീക്കാവും. അപ്പം ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പല്ല് ഫ്ലെക്സ് ചെയ്യാനും പല്ല് ഫ്രാക്ചർ ആവാനുള്ള ചെറിയ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതുകൂടാതെ റൂട്ട് കനാൽ ചെയ്ത പല്ല് കുറച്ച് ബ്രിട്ടിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മിക്ക കേസുകളിലും ചില കേസുകളിൽ നമ്മൾ ക്രൗൺ സജസ്റ്റ് ചെയ്യത്തില്ല. മിക്ക കേസുകളിലും ഒരു ക്രൗൺ അല്ലെങ്കിൽ ഓൺലൈൻ പോലുള്ള ഒരു കവറേജ് റെസ്റ്റോറേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. അതാകുമ്പോൾ പല്ല് ഫ്രാക്ചർ ആവാതെ നമുക്ക് നോർമലായിട്ട് കുറേ വർഷത്തോളം ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. റൂട്ട് കനാൽ ചെയ്ത പല്ല് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പറിച്ചു കളയേണ്ടി വന്നേക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞു പറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. പറിച്ച് കഴിഞ്ഞാലുള്ള ഒരു സിനാരിയോ എന്താണ്? നമ്മളൊരു പല്ലെടുത്ത് പോയി, ആ പല്ലില്ല ഇപ്പോൾ അവിടെ എന്താ പിന്നെ ഒരു സൊല്യൂഷൻ ഉള്ളത്? തീരെ സേവ് ചെയ്യാൻ പറ്റാത്ത പല്ലുകളാണ് ഇപ്പോൾ പറിച്ച് കളയത്തുള്ളൂ. അതായത് സിവിയർ എന്തെങ്കിലും ഗം ഡിസീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ പല്ല് ഇളക്കം തട്ടി അത് പിന്നെ പറിച്ച് കളയേണ്ടി വന്നേക്കാം. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉടനെ ഫിക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിമൂവബിൾ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. റിമൂവബിൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ പഴയ രീതിയിലുള്ളൊരു ടെക്നിക്കാണ്. അതായത് സെറ്റ് പല്ല് പോലെ നമുക്ക് ആ പല്ല് റീപ്ലേസ് ചെയ്യാം. പക്ഷേ പുതിയ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ആണ്. അതായത് നമ്മുടെ നഷ്ടപ്പെട്ട വേരിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഈ ഡെന്റൽ ഇംപ്ലാന്റ്. അത് ടൈറ്റേനിയം പീസാണ്. അത് നമ്മൾ ബോണിലോട്ട് വച്ചതിന് ശേഷം അത് ബോണുമായിട്ട് നാച്ചുറലി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പല്ല് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വയ്ക്കുക ചെയ്യുക. അത് ഓൾമോസ്റ്റ് നമ്മുടെ നാച്ചുറൽ ടീത്തിൻ്റെ തന്നെ സെയിം ചൂയിങ് എഫിഷ്യൻസി എല്ലാം ഉണ്ടാവും. അപ്പം റൂട്ട് കനാൽ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് കനാൽ എത്രത്തോളം പെയിൻഫുൾ ആണ്? അപ്പം പല ആളുകൾക്കും പല്ലുവേദന ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ പേടിയുള്ള ആളുകളാണ്. അപ്പം എത്രത്തോളം പെയിൻഫുൾ ആണ്? ഈ ഡെന്റൽ ഫോബിയ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ബേസിക്കലി കുറച്ചും കൂടെ കാമായിട്ട് പേഷ്യൻ്റായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ പെയിൻലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുക. അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നവരെ നമുക്ക് അത്യാവശ്യം നല്ല പെയിൻലെസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പല്ല് മരവിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ പുതിയ റോട്ടറി ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടു കൂടി കുറച്ചും കൂടെ ഫാസ്റ്റർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പല്ലിൻ്റെ അകത്തുള്ള ക്ലീനിങ് എല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വേദനയും വളരെ കുറവാണ്.
അപ്പോൾ ഒരു പെയിൻലെസ് പ്രൊസീജിയറായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കംപ്ലീറ്റ്ലി പെയിൻലെസ് നമുക്ക് പറയാൻ പറ്റുമോ? മിക്ക കേസുകളിലും കംപ്ലീറ്റ്ലി പെയിൻലെസ് ആണ്. കാരണം അനസ്തീഷ്യ നല്ലോണം വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരിക്കലും അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ചില ആളുകൾ കണ്ടേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് കനാലൊക്കെ ഡോക്ടർമാർ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ പല്ലിപ്പോൾ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ റൂട്ട് കനാലൊന്നും ചെയ്യാതെ പല്ലെടുക്കാം, അതായത് പിന്നെ വേറെ തലവേദനകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പല്ലെടുത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ ആ സ്പേസ് വേക്കൻ്റ് ആയി കിടക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ താഴത്തെ ഒരു അണപ്പല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിലോട്ട് മേളത്തെ ഒപ്പോസിങ് അണപ്പല്ല് താഴോട്ട് ഇറങ്ങി വരികയും സൈഡിലെ പല്ല് ചെരിഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മിക്ക പല്ലിൻ്റെ ഇടയിലും ഗ്യാപ്സ് വരാനും അവിടെ ഫുഡ് കയറിയിരുന്ന് ഭാവിയിൽ ആ പല്ലുകളിലും വേദന വരാനും കേടുവരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുകൂടാതെ ഈ വേക്കൻറ്റ് സ്പേസിലോട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലും ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പല്ലിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പ് വരാനും അതൊരു ഭാവിയിലൊരു കോസ്മെറ്റിക് കൺസേൺ ആവാനും ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ പല്ലെടുത്ത് ഉടനെ തന്നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈഗ്രേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആ പല്ല് എവിടെയാണോ ഉള്ളത് അതേ പൊസിഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനാണ് എപ്പോഴും നല്ലത്. റൂട്ട് കനാലിന് ശേഷം നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമോ? ചില സാധനങ്ങളൊക്കെ ഇപ്പം ചില ആളുകൾ ചില ബോണൊക്കെ കടിച്ചു പൊട്ടിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ റൂട്ട് കനാൽ ചെയ്ത കേസുകളിൽ? നമ്മൾ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം മിക്ക കേസുകളിൽ ആ ഡ്രില്ല് ചെയ്ത പോർഷൻ ടെമ്പററി ആയിട്ടായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുക, ഒരു ടെമ്പററി ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച്. അപ്പോൾ ആ ഫില്ലിംഗ് മെറ്റീരിയൽ നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ സൈഡ് വെച്ച് അധികം എന്താ പറയുക കട്ടിയുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനോട് പറയാറുണ്ട്. അല്ലാതെ വലിയ രീതിയിലുള്ള ഫുഡ് റെസ്ട്രിക്ഷൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പേഷ്യൻറ്റ് നോർമൽ ലൈഫിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്ത പ്രൊസീജിയർ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്ത ആ കനാൽ പല്ലിൻ്റെ വേരിൻ്റെ അകത്ത് കനാൽസ് ആണുള്ളത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു ഗട്ടാപ്പർച്ച എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യുക. നമ്മുടെ ഫില്ലിങ്ങും ആ ക്ലീനിങ്ങും പ്രോപ്പർ അല്ലെങ്കിൽ ചിലപ്പോൾ ആ കനാലിൻ്റെ അകത്ത് വീണ്ടും അണുക്കൾ വന്നിട്ട് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ആ പല്ല് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റൂട്ട് കനാൽ ചെയ്ത പല്ലിന് ചുറ്റും ഒരു കൊമള പോലെ അല്ലെങ്കിൽ ഒരു പിമ്പിൾ പോലെ കാണുക, പിന്നെ വീണ്ടും പസ് അതിൽ നിന്ന് ഒലിച്ചു വരിക. ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആ പല്ല് പറിച്ച് കളയാതെ തന്നെ ആ പഴയ ഫില്ലിംഗ് മെറ്റീരിയൽ നീക്കം ചെയ്ത് ഒന്നും കൂടെ മരുന്ന് വെച്ച് ഇൻഫെക്ഷൻ കുറച്ചതിന് ശേഷം റൂട്ട് കനാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെ നമ്മൾ ഒരു റൂട്ട് കനാൽ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് പല്ല് പറിക്കാതെ തന്നെ ഒന്നും കൂടെ ആ പല്ല് സേവ് ചെയ്യാൻ സാധിക്കും. ഈ റൂട്ട് കനാൽ പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കോമൺ സംശയമുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ നമുക്കിത് കൂടുതലൊരു എമർജൻസി പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് പെയിൻ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഈ പ്രൊസീജിയർ ചെയ്യുക. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ കൂടുതലും ജിഞ്ചൈവൈറ്റിസ്, അതായത് മോണയുടെ ഇൻഫ്ലമേഷൻ, ഇതുകൂടാതെ പല്ലിൽ കേട് വരിക കൂടുതലായിട്ട് വരിക എന്നുള്ളത് വളരെ കോമൺ ആണ്. അതുകൊണ്ട് ആ ഒരു പീരീഡിൽ നമുക്ക് സേഫായിട്ട് ഈ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് കുറച്ചും കൂടെ സേഫറായിട്ടുള്ളൊരു ടൈം ഫ്രെയിം. ഇതുകൂടാതെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ എക്സ്റേസ് എടുക്കും, പക്ഷേ വളരെ റേഡിയേഷൻ കുറഞ്ഞ എക്സ്റേസ് ആണ്, ഹാൻഡ് ഹെൽഡ് എക്സ്റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് ജനറലി സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. എമർജൻസി പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഡിലേ ചെയ്യാതെ ആ ഒരു പീരീഡിൽ തന്നെ ചെയ്യണതാണ് നല്ലത്. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ കോംപ്ലക്സ് ആവുകയും പിന്നെ അത് ട്രീറ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തെടുക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പ്രഗ്നൻ്റ് ആയ ആളുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അതോ അതിൻ്റെ സാധ്യതകളെ പറ്റി ഒന്ന് പറയാം? യൂഷ്വലി കുട്ടികളുടെ പാൽപ്പല്ല് നമ്മൾ പ്രിമച്വർലി എടുത്ത് കളയരുതെന്ന് പറയും. കാരണം അടിയിലുള്ള പെർമനൻറ്റ് പല്ലിന് സ്മൂത്തായിട്ട് വരാനുള്ളൊരു ചാനലാണ് ശരിക്കും ആ പാൽപ്പല്ല് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ചില കേസുകളിൽ ഈ പാൽപ്പല്ല് പ്രിമച്വറായിട്ട് കേടാവുകയും പിന്നെ കുട്ടികൾക്ക് വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ ആ പല്ല് പറിച്ച് കളയാതെ നമുക്ക് കുട്ടികളുടെ റൂട്ട് കനാൽ ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മൾ പൾപ്പെക്ടമി എന്നാണ് വിളിക്കാറ്. ഈ പൾപ്പെക്ടമി ചെയ്തതിന് ശേഷം അതിന് മുകളിലൊരു ക്രൗണും ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ പല്ല് തന്നെ കൊഴിഞ്ഞു പോവുക, റൂട്ട് കനാൽ ചെയ്ത പല്ല് തന്നെ കൊഴിഞ്ഞു പോകുന്നുള്ളൊരു ഡൗട്ടുണ്ട്. നമ്മൾ പിള്ളേരുടെ റൂട്ട് കനാലിൽ ഉപയോഗിക്കുന്ന തന്നെ അലിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ പല്ലിൻ്റെ വേര് അലിഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ ഈ മെറ്റീരിയൽ അലിഞ്ഞു പോവുകയും സ്വാഭാവികമായിട്ട് അത് ഇളകിപ്പോവുകയും ചെയ്യും. ആ ഇളകുന്ന സമയത്ത് ആ പല്ല് പറിച്ച് കളഞ്ഞാൽ മതി. ബേസിക്കലി ഒരു സ്പേസ് മെയിൻറ്റെയിനർ ആയിട്ടാണ് ആ പല്ല് ഒരു ടെമ്പററി. അതെ, ആ ഒരു പെർമനൻറ്റ് പല്ല് വരുന്നത് വരെ അതവിടെ മെയിൻറ്റെയിൻ ആയി കിടക്കും. അത് പ്രിമച്വർലി നമ്മൾ പെയിനൊക്കെ വരുമ്പോൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമനൻറ്റ് പല്ല് അടിയിൽ പെട്ട് കിടക്കുകയും ചെയ്തു. അത് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലാവും. നമ്മൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക്
നേരത്തെ പറഞ്ഞ ഡെൻ്റൽ ഫോബിയ ഉണ്ട്. അവർക്കറിയാം അവർക്ക് പല്ലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്, പക്ഷേ ഡെൻറ്റിസ്റ്റിനെ പോയി കാണാൻ പേടിയാണ്. അവരോട് എന്താ പറയാനുള്ളത്? ഡെൻറ്റൽ ഫോബിയ വളരെ കോമൺ ആണ്. കാരണം നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നീഡിൽസ് ഇൻവോൾവ് ആണ്, നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നെ അതുകൂടാതെ പേഷ്യൻ്റ് ഒരു പ്രൈവറ്റ് സ്പേസിലോട്ടാണ് നമ്മൾ എൻക്രോച്ച് ചെയ്യണം. ഇതുകൂടാതെ ഒരു അവേക്ക് സർജറിയാണ്, നമ്മൾ ജനറൽ അനസ്തേഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയർ അല്ല. പേഷ്യൻ്റ് അവേക്കാണ്, മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റിനൊരു ഫിയർ വളരെ കോമൺ ആണ്. അതുകൊണ്ടാണ് മിക്ക കേസുകളിലും പേഷ്യൻസ് എന്താ പറയുക ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് നെഗ്ലക്റ്റ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടെ നീക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കേട് പിന്നെയും ഡെവലപ്പ് ആവുകയും ഡെപ്ത് കൂടുകയും പല്ലിന് വേദന വരികയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ നമുക്ക് ഒരു നോർമൽ ഒരു ചെറിയ ഇൻവേസീവ് പ്രൊസീജിയർ, അതായത് അധികം ഡ്രില്ല് ചെയ്യാതെ അധികം എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഒരു നോർമൽ ഫില്ലിങ്ങിൽ ചെയ്യാവുന്ന കേസ് ഈ പേടിച്ച് ഒത്തിരി ലേറ്റായി കഴിയുമ്പോഴാണ് കൂടുതൽ ഇൻവേസീവ്, അതായത് ചിലപ്പോൾ പല്ല് പറിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് നമ്പർ 1 ചെയ്യാൻ പറ്റുക എവറി 6 months ഒരു റൊട്ടീൻ ക്ലീനിങ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ കേടുണ്ടോ അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഫസ്റ്റ് ആ 6 months ആണ് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ഡിസീസ് പ്രോസസ്സ് അഡ്വാൻസ് ആവുന്നത്. ആ 6 monthsലായിരിക്കും എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, അതായത് പേഷ്യൻസ് കാണിക്കുക. അപ്പോൾ ഈ 6 months റെഗുലർ റുട്ടീൻ ക്ലീനപ്പും ചെക്കപ്പും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻവേസീവ്, അതായത് കൂടുതൽ എന്താ പറയുക എലാബറേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റൂട്ട് കനാൽ പോലത്തെ ഡെൻ്റൽ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ബോഡി ചില സിഗ്നൽസ് വരുമല്ലോ എപ്പോഴും. അപ്പോൾ ബോഡി അങ്ങനത്തെ ഒരു പല്ല് കേടായി തുടങ്ങുന്നു എന്നുള്ളതിന് പെയിൻ അല്ലാതെ വേറെ എന്തെങ്കിലും സിഗ്നൽസ് വരാറുണ്ടോ? പെയിൻ അല്ലാതെ കോമൺ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് റെഗുലറായിട്ട് ഫുഡ് ലോഡ്ജ്മെൻറ്റ്, അതായത് ഫുഡ് കയറിയിരിക്കുക, മെയിൻലി മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ ഫുഡ് കയറിയിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ മിക്ക കേസുകളിലും ആ കേട് പല്ലിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി ഒരു എക്സ്റേ എടുക്കുക, ആ കേടിൻ്റെ എക്സ്റ്റെൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഡെൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പോലെ എടുക്കുക. ഇതുകൂടാതെ പല്ലിൻ്റെ സൈഡിലായിട്ടൊരു പിമ്പിള് പോലെ കാണുക, അത് പൊട്ടി അതിൽ നിന്ന് പസ് റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ പല്ല് മിക്ക കേസിലും ഇൻഫെക്റ്റഡ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ആ പല്ലിന് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ വേറൊരു കോമൺ സിംറ്റം എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും വീഴ്ച, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഫ്രണ്ടിലത്തെ പല്ലിന് എന്തെങ്കിലും ട്രോമ ഉണ്ടായിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ ആ പല്ലിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ടാവുകയും പിന്നെ ഫ്യൂച്ചറിൽ ആ പല്ല് പയ്യെ ഡിസ്കളേർഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഡിസ്കളറേഷൻ നോട്ട് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഇമ്മീഡിയറ്റ്ലി ഡെൻറ്റിസ്റ്റിനെ കാണുക, ഒരു എക്സ്റേ എടുത്ത് നോക്കുക. ആ വേരിൻ്റെ അറ്റത്ത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് റൂട്ട് കനാൽ വഴി ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് പിന്നീട് ആ ഡിസ്കളറേഷൻ മാറ്റാനായിട്ട് വേറെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാം. റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് മാൻഡേറ്ററി ആണോ? കുറേ ആളുകൾ പുതിയ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് നമുക്ക് സ്പ്രെഡിങ് ഇൻഫെക്ഷൻ, അതായത് ഒരു സ്വെല്ലിംഗ് പോലെ പേഷ്യൻറ്റിനുണ്ട്, അത് കൂടുതൽ എന്താ പറയുക സ്പ്രെഡ് ചെയ്യാം, ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മിക്ക കേസുകളിൽ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ കില്ലറിൻ്റെ ആവശ്യമേ പെയിൻ കൺട്രോൾ ചെയ്യാനുള്ളൂ. പിന്നെ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള എന്താ പറയുക ആവശ്യമായ മെഡിസിൻ നമ്മൾ പല്ലിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ വളരെ ചില കേസുകൾ അഡ്വാൻസ്ഡ് സ്വെല്ലിംഗ് ഉള്ള കേസിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ. ഈ പണ്ടത്തെ ആളുകൾക്കൊന്നും ഈ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭയങ്കരം ഒരുപാട് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാരണം? പണ്ട് കാലങ്ങളിൽ കൂടുതലും പല്ല് പറിച്ച് കളയാന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു കൂടുതലും. പിന്നെ പണ്ട് കാലങ്ങളിൽ അവരുടെ ഡയറ്റ് കുറച്ചും കൂടെ കോഴ്സും ഫൈബ്രസും ആയതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ക്ലെൻസിങ്, അവർ കഴിക്കുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ക്ലെൻസിങ് നടക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഡയറ്റ് കൂടുതലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്, ഫൈബർ കുറവാണ്, കൂടുതൽ എന്താ പറയുക ഷുഗർ റിച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുക. ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് ചോയ്സസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും കേട് കണ്ടുവരുന്നത്. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ റെഗുലർ ചെക്കപ്പ് അവോയ്ഡ് ചെയ്യുക, അതൊരു കോമൺ റീസൺ ആണ്. ഈ ബേസിക് ആയിട്ടുള്ള ബ്രഷിങ് കൂടാതെ നമുക്ക് പല്ല് ക്ലീൻ ചെയ്യുമല്ലോ. ഉദാഹരണം പറഞ്ഞാൽ പല്ലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചിലപ്പം ഒരു സെറ്റിൽമെൻറ്റ് പോലെ ഒരു സംഭവം കാണാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കളയേണ്ടതാണോ അതോ അതൊരു നാച്ചുറൽ പ്രോസസ്സാണോ? ഈ പല്ലിൻ്റെ ബാക്ക് സൈഡിൽ വരിക എന്നുള്ള വളരെ കോമൺ ആണ്, മിക്ക ആളുകൾക്കും ഉണ്ട്. കാരണം നമ്മുടെ തുപ്പലിൻ്റെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, തുപ്പലുണ്ടാക്കുന്ന ഗ്ലാൻസ്, അത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ സലൈവ പ്രൊഡക്ഷൻ കൂടുതലാണ്. കൂടുതൽ ഡെപ്പോസിറ്റ്സ്, അതായത് ഒരു മഞ്ഞ കളർ ബാൻഡ് പോലെ അവിടെ കണ്ടേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇനീഷ്യലി ഇത് സോഫ്റ്റ് ആയിരിക്കും.
അത് അങ്ങനെ സോഫ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു പ്രോപ്പർ ബ്രഷിങ്ങിലൂടെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡൻ ആവത്തില്ല. ഹാർഡൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എന്താ പറയുക, തോണ്ടി നോക്കാതെ ഇങ്ങനെ തോണ്ടി അത് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മോണയ്ക്ക് ക്ഷതം ഉണ്ടാവും, മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അങ്ങനെ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ടൊരു എന്താ പറയുക അൾട്രാസോണിക് ക്ലീനിങ് സ്കെയിലർ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും മോണ റിസീഡ് ചെയ്ത് മോണരോഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ടൂത്ത് ബ്രഷ് എടുക്കുന്ന സമയത്ത് ഞാൻ മാർക്കറ്റിൽ പലപ്പോഴും കാണുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ട്, പഴയ പോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ട്. ഇതിൽ രണ്ട് സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോഴും അത് വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഫീലുണ്ട്. എപ്പോഴും ഏറ്റവും നല്ല ബ്രഷ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യണ ഒരു സോഫ്റ്റ് ബ്രഷ് തന്നെയാണ്. കാരണം പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ശീലിച്ച് പണ്ട് ഉമ്മിക്കിരി ഇട്ട് പല്ല് തേക്കുക, അതൊക്കെ വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്താൽ മാത്രമേ പല്ല് ക്ലീൻ ആവുമെന്നുള്ളൊരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ് മിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പോൾ അതിന് വരെ ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് പ്രോപ്പർ ബ്രഷിങ് ടെക്നീക്കിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീനിങ് സാധിക്കും. അത് നമുക്ക് ക്ലീൻ ആവാത്ത അങ്ങനെ തോന്നണേൻ്റെ കാരണം നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യാനുള്ള ആ ഒരു തോന്നൽ കൊണ്ടാണ്. നമ്മുടെ ബ്രഷിങ് ടെക്നീക്ക് പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബ്രഷിലോട്ടും സ്വിച്ച് ചെയ്യാം. ഇലക്ട്രിക് ബ്രഷ് വഴി നമ്മുടെ ടെക്നീക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഈ മൗത്ത് അൾസറും ഡെൻ്റൽ ഹെൽത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മൗത്ത് അൾസറിൻ്റെ ഒരു മേജർ കോസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സാണ്. ഇപ്പോൾ ചില ആളുകൾ കോൺസ്റ്റൻ്റ്ലി സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്ക് ഈ അൾസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിരിക്കാം. അത് പല ആൾക്കാർക്കും കോമൺ ആയിട്ട് കാണുന്നൊരു വായ്പുണ്ട് വളരെ കോമൺ ആണ്. അത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഓവർ ദ കൗണ്ടർ ടോപ്പിക്കൽ ക്രീംസ് ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ തലവേദന, പല്ലുവേദനയായിട്ട് ബന്ധപ്പെട്ട ഒരു തലവേദനയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം റൂട്ട് കനാലിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.